ഏഹ്, നോക്കൂ അരുൺ, ഇപ്പോൾ 2022 ഈ പറയുന്ന ബിൽക്കിസ് ബാനോ കേസിലെ 11 പ്രതികളുടെ ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്തുകൊണ്ട് ഗുജറാത്ത് ഗവൺമെൻറ് ഇവരെ പുറത്തേക്ക് വിടുന്നത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ 2022 ഓഗസ്റ്റ് 15 ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, 2022 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയോട് ആഹ്വാനം ചെയ്തത്, ഇന്ത്യയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്, ഇന്ന് നാം ഒരു സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അപമാനകരമായ അവരുടെ ആ, എന്താ പറയുക, അവരുടെ ആ പ്രൈഡിനെ അഫക്റ്റ് ചെയ്യുന്ന യാതൊന്നും നമ്മൾ ചെയ്യില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ദിവസമാണ് ബിൽക്കിസ് ബാനോ കേസിൽ, കൂട്ടബലാത്സംഗത്തിനിരയായ ബിൽക്കിസ് ബാനോ കേസിലെ 11 പ്രതികളെ ഗുജറാത്ത് സർക്കാർ ശിക്ഷാ കാലാവധിയിൽ ഇളവ് നൽകി പുറത്തേക്ക് വിട്ടത് എന്നൊരു ഐറണി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഈ കേസിലെ സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനമായി കാണുന്നു, സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രധാനമായി കാണുന്നത്, കോടതിയെ വഞ്ചിച്ചു, കോടതിയെ കബളിപ്പിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ ആരാണ് കോടതിയെ കബളിപ്പിച്ചത്? നോക്കൂ, ഏതെങ്കിലും കുറ്റവാളി കോടതിയിൽ പോയി യഥാർത്ഥ വസ്തുതകൾ അണിനിരത്തി ഒരു കാര്യം പറയുമെന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. ഇവിടെ പാർട്ടിലി ഭാഗികമായി ഗുജറാത്ത് സർക്കാർ ഒരുപാട് തെറ്റുകൾ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പ്രസ്താവനയല്ല. മറ്റൊരു സംസ്ഥാനത്താണ്, ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു പരാമർശം സുപ്രീം കോടതിയിൽ വരുന്നതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇവിടുത്തെ ബഹളമെന്ന് പറയുന്നത്? ഇതിനകത്ത് കുറ്റവാളികളെ മാത്രമല്ല കോടതി പരാമർശിച്ചിരിക്കുന്നത്, പരോക്ഷമായി ഗുജറാത്ത് സർക്കാരിനെതിരായിട്ടും വിമർശനമുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇപ്പോൾ 1992 റെമിഷൻ പോളിസി പ്രകാരമാണ് ഈ പറയുന്ന ശിക്ഷാ കാലാവധി ഇളവ് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണ് 2022 കോടതി വിധി. 1992 റെമിഷൻ പോളിസി, ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ റെമിഷൻ പോളിസിയെ വെച്ചുകൊണ്ടാണ് ശിക്ഷാ കാലയളവിൽ ഇളവ് കൊടുക്കാൻ സുപ്രീം കോടതി അനുവദിക്കുന്നത്. എന്നാൽ 2014 ഒരു പുതിയ റെമിഷൻ പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ സുപ്രീം കോടതി പറയുന്നത് സപ്രസിങ് മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. യഥാർത്ഥ വസ്തുതകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് കോടതി പറയുന്നതിൻ്റെ ഒരു കാരണം, 2014 വേറൊരു റെമിഷൻ പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ റെമിഷൻ പോളിസി പറയുന്നത്? റെമിഷൻ പോളിസി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിലേക്കായി, ഓരോ ശിക്ഷാ കാലാവധി ഇളവ് ചെയ്യേണ്ടത് എപ്രകാരമാണ് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നയം. അപ്പോൾ ഈ റെമിഷൻ പോളിസി 2014 വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബലാത്സംഗം, കൊലപാതകം, ഹീനിയസ് ക്രൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ രണ്ടിലും യാതൊരു ഇളവും നൽകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2002 നടന്നിട്ടുള്ള ഈ ഗാങ് റേപ്പിനോ കൊലപാതകത്തിനോ ബാധകമാകില്ല എന്നും, അതിന് ബാധകമാകുക 1992 പോളിസിയാണ് എന്നുമാണ് ഇന്ന് SV രാജു വാദിച്ചിരിക്കുന്നത്. എത്ര അപകടകരമാണെന്ന് ആലോചിക്കുക. പുതിയൊരു നിയമം പാസ്സാക്കുന്നു, അതും സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവിനനുസരിച്ച് പാസ്സാക്കുന്നു. അതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് പറയുന്നു. പഴയൊരു നിയമമാണ് നിലനിൽക്കുക എന്ന് പറയുന്നു. അങ്ങനൊരു സ്ഥിതി ഇല്ല രാജ്യത്തെവിടെയും. പുതിയൊരു നിയമം വന്നാൽ അത് റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, പഴയ നിയമത്തെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ റെമിഷൻ പോളിസി നടപ്പാക്കണമെങ്കിൽ നിർബന്ധമായും ഈ കോടതി വിധിയുടെ ജഡ്ജിൻ്റെ പെർമിഷൻ എടുക്കണം. ഇത് ബോംബെ ഹൈക്കോടതിയാണ് ഈ പറയുന്ന 11 പേരെയും ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. ബോംബെ ഹൈക്കോടതി ജഡ്ജിയുടെ ഒപ്പീനിയൻ എന്തായിരുന്നു? ഈ കാര്യത്തിനകത്ത് നെഗറ്റീവായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയാവോ? ഗോദ്രയിലെ ജഡ്ജിയുടെ ഒരു പെർമിഷൻ എടുത്തു. കാരണം ഇത് നടന്നത് ഗോദ്രയിലാണെന്ന് പറഞ്ഞു. അപ്പം ഈ സംഭവം നടന്ന സ്ഥലത്തെ ജഡ്ജിയാണിത് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര പണിയെടുത്തിരിക്കുന്നു ഇവരെ, ഈ 11 പേരെ പുറത്തു വിടാനായിട്ട് എത്ര പണിയെടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ച് വരുന്നത്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി ഇപ്പോൾ ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഗോദ്രയിലെ ജഡ്ജിയെ കൊണ്ടൊരു ഒപ്പീനിയൻ എഴുതി വാങ്ങിപ്പിക്കുന്നു. CBI ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിനെ. CBI ആണല്ലോ ഈ കേസ് അന്വേഷിച്ചത്. CBIയുടെ ഒബ്ജക്ഷൻ മറച്ചു വെച്ചു. മഹാരാഷ്ട്ര കോടതിയുടെ ബോംബെ ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ ഇത് മറച്ചു വെച്ചു. 2014 റെമിഷൻ പോളിസി മറച്ചു വെച്ചു. ഇത്രയും പണിയെടുത്തിട്ട് ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി ഏകകണ്ഠേന ഒരു തീരുമാനം എടുപ്പിച്ച് ഈ 11 പേരെയും പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങിയവരെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നുള്ളത്. സ്ത്രീകളെ കൊണ്ട് കുങ്കുമം തൊടിയിച്ച് മധുര പലഹാരം വിതരണം ചെയ്തൊക്കെയാണ്. അത് പോട്ടെ, എന്തോ മാലയിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെയായിരുന്നു. ഇവരോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഇവരൊക്കെ ചെയ്ത ഈ ആക്ടിവിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പറയുന്ന അധികാരം പിടിച്ചെടുക്കുകയും നിലനിർത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഫ്രോഡ് എന്നൊരു വാക്കുണ്ട് കേട്ടോ, അതാണ് പ്ലേയിങ് ഫ്രോഡ് ഓൺ കോർട്ട് എന്നാണ്. വളരെ കൃത്യമാണ് ആ ജഡ്ജ്മെൻറ്റ്. എന്ന് മാത്രവുമല്ല, ഈ പോളിസി പ്രകാരം ഇതിനേക്കാൾ കുറഞ്ഞ ചെയ്ത ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ പുറത്തു വിട്ടു എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. BV നാരായണനെ ചോദിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് കൊലപാതകം, ഗാങ് റേപ്പ്, കൂട്ടബലാത്സംഗം, പിഞ്ച് കുഞ്ഞിനെ അടക്കമുള്ള കൊലപാതകം, ഇത്രയും കാര്യങ്ങൾ ചെയ്തവരെ ഈ 11 പേരെ പുറത്താക്കുമ്പോൾ
ഇതിനേക്കാൾ കുറച്ച് ക്രൈമൊക്കെ ചെയ്തിട്ടുള്ള ആളിലേക്ക് നിങ്ങൾ പുറത്താക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ എസ് വി രാജുവിൻ്റെ ഒരു മറുപടിയുണ്ട്. ഈ പറയുന്ന റിഫർമേഷന് ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് കൊടുക്കണം, ആളുകൾക്ക് മാറാൻ കഴിയുമെങ്കിൽ അതിനൊരു അവസരം കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനെയും കോടതി കളിയാക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എല്ലാവരെയും അങ്ങനെ ഒരു റിഫോർമേഷൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളങ്ങനെ അവസരം കൊടുക്കേണ്ടതല്ലേ, കുറച്ചു പേർക്ക് മാത്രം കൊടുത്താൽ മതിയോ? വളരെ ഷാർപ്പായ ഒരു ജഡ്ജ്മെൻ്റാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഗുജറാത്ത് സർക്കാരിനെയാണ്. ഗുജറാത്ത് സർക്കാർ ഈ കാര്യത്തിൽ കളിച്ച എല്ലാ കളികളും അക്കമിട്ട് കോടതി വ്യക്തമാക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഗുജറാത്ത് സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് എൻ്റെ നിലപാടേ. ഒരു രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ കബളിപ്പിച്ചു എന്ന് ആ നീതിപീഠം തന്നെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ സർക്കാരിന് തുടരാൻ അവകാശമില്ല. കാരണം അത്രത്തോളം എന്താ പറയുക, കാര്യങ്ങൾ ദുരൂഹമാക്കി വളരെ കുതന്ത്രപരമായിട്ടാണ് ഈ കാര്യത്തിൽ ഗുജറാത്ത് സർക്കാർ ആക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇന്ന് പൊളിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ ഗുജറാത്ത് സർക്കാരിൻ്റെ യഥാർത്ഥ താല്പര്യത്തെയും യഥാർത്ഥ മുഖത്തെയും പുറത്തു കൊണ്ടുവരുന്നൊരു ശരിയായ വിധിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ബിൽക്കിസ് ബാനു കേസിൽ ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടി എന്ന് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഗുജറാത്ത് സർക്കാരിൻ്റെ യഥാർത്ഥ മുഖത്തെ കൂടി അത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. Meet the editors.